നമ്മുടെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമൊക്കെ പറയാതിരിക്കാൻ വയ്യല്ലേ. ഈ ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വിവാദമൊക്കെ ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വിവാദമാണ്. എന്തിനാണ് അങ്ങനെ ഒരു വിവാദം ഉണ്ടാകുന്നത് എന്ന് പോലും പറയാൻ കഴിയുന്നില്ല അല്ലേ. അപ്പോൾ ഈ സെൻസർ ബോർഡിന്റെ തീരുമാനത്തിനെതിരെ ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്നിപ്പോൾ വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ പ്രദർശനാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് സിനിമാ സംഘടനകൾ. തിരുവനന്തപുരത്തെ സെൻസർ ബോർഡ് ഓഫീസിന് മുന്നിൽ ഇന്ന് ഫെഫ്കയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും നടക്കും. അമ്മ ഭാരവാഹികളും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. ബിനിൽ ലീല സാബോട് നമുക്കിപ്പോൾ വിവരങ്ങളുമായിട്ട്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ കോടതിയിലേക്ക് ഇന്ന് വീണ്ടും പരിഗണനയ്ക്ക് ഈ വിഷയം എത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ എത്തിയ സമയത്ത് കോടതി ചോദിച്ചിരുന്നു, ഇപ്പോൾ ഈ പേരാണ് പ്രശ്നമെങ്കിൽ പേര് മാറ്റിയാൽ അനുമതി നൽകുമോ എന്ന കാര്യമൊക്കെ കോടതി സെൻസർ ബോർഡിന് ചോദിച്ചതാണ്. അപ്പോൾ ഇന്നിപ്പം പ്രതിഷേധമുണ്ട് അവിടെ. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? എന്തെങ്കിലും സംഘർഷ സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ടോ? പറയാൻ കാര്യം. വലിയ പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് സിനിമാ സംഘടനയുടെ തീരുമാനം. ഇന്ന് ഫെഫ്കയാണ് ഈ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഡയറക്ടേഴ്സ് യൂണിയനുണ്ട്. ഫെഫ്ക തന്നെ ബി ഉണ്ണികൃഷ്ണൻ ഇന്നലെ സംസാരിച്ചപ്പോൾ എല്ലാ സംഘടനകളും പരമാവധി ആളുകൾ പങ്കെടുപ്പിച്ച് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ തീരുമാനമുള്ളത്. രാവിലെ 10 മണിക്കാണ് ഈ പ്രതിഷേധ പരിപാടി ഉള്ളത്. ഫെഫ്ക മാത്രമല്ല, സിനിമ ടെലിവിഷൻ മേഖലയിലെ എല്ലാ സംഘടനകളെയും പങ്കെടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള കടന്നുകയറ്റമാണ്. മാത്രമല്ല, ഇത് ആദ്യമായി സംഭവിക്കുന്നതല്ല. ഇതിനു മുമ്പ് തന്നെ നമുക്ക് അറിയാം, ലൂസിഫർ സിനിമയ്ക്ക് അങ്ങനെ 28 കട്ടൊക്കെ വേണ്ടി വന്നിരുന്നു. അതൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ഈ സിനിമാ സംഘടനകൾക്ക് മുന്നിലും അക്കാര്യങ്ങളുണ്ട്. നാളെ ഇപ്പോൾ മറ്റൊരു പേരിൽ സിനിമ എടുക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി അവർ മുന്നോട്ട് വരുന്നത്. രാവിലെ എന്തായാലും ഈ സെൻസർ ബോർഡ് ഓഫീസുണ്ട് ഇവിടെ തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ്. അവിടേക്കാണ് ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട ആളുകളെല്ലാം പങ്കെടുക്കുമെന്നാണ് ഇന്നലെ സംസാരിക്കുമ്പോഴും സിനിമാ സംഘടനകളുടെ ഭാരവാഹികൾ പറയുന്നത്. അമ്മ ഇപ്പോൾ പ്രത്യേകിച്ച് അവരുടെ കമ്മിറ്റിയൊക്കെ പിരിച്ചുവിട്ടിരുന്നു. എങ്കിലും അമ്മയിലെ നേരത്തെ ഭാരവാഹികളായിരുന്ന ആളുകൾ, പ്രധാനപ്പെട്ട നടന്മാരൊക്കെ ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഈ സെൻസർ ബോർഡ് പറയുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സിനിമയുടെ പേര്. ആ ജാനകി എന്ന പേര് മാറ്റണം എന്നാണ് അവർ പറയുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ആ നിർദ്ദേശത്തിൻ്റെ അല്ലെങ്കിൽ ആ തീരുമാനത്തിൻ്റെ പകർപ്പ് ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഒരു പേര്, ഈ ജാനകി എന്ന പേര് മതപരമായ ചില പ്രശ്നങ്ങളുണ്ട്. 16 വയസ്സ് താഴെ കുട്ടികൾ കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ സിനിമയ്ക്കുണ്ട് എന്നാണ് സെൻസർ ബോർഡിന്റെ വാദമുള്ളത്. എന്തായാലും ഈ പേരിട്ടാൽ എന്താണ് പ്രശ്നം എന്നാണ് തീർച്ചയായും വിചിത്രമായ പല വാദങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു പേരിലൊക്കെ എന്തിനാണ് ഇങ്ങനെ വിവാദം ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് നമുക്കാർക്കും മനസ്സിലാകാത്തത്. ഇവരിത് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം വ്യക്തമാകുന്നില്ലെന്നേ, സത്യമായിട്ടും വ്യക്തമാകുന്നില്ല എന്തൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ കോടതി ഈ വിഷയത്തിൽ എന്താണ് ഒരു നിലപാടെടുക്കുക, എന്തായിരിക്കും കോടതി പറയുക എന്നുള്ളത് കാത്തിരുന്നറിയാം.